18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എംപിയായി ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. തുടർന്ന് ക്യാബിനറ്റ് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയായിരുന്നു. പിന്നീട് സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരും അതിനുശേഷം സഹമന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. അതിനുശേഷമാണ് ഓരോ സംസ്ഥാനത്തു നിന്നുമുള്ള അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുക. കേരളത്തിൽ നിന്നുള്ള അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഇന്ന് വൈകിട്ടോടെ നടക്കും. ഇന്നും വൈകിട്ടും അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയായിരിക്കും ലോക്സഭയിൽ ഉണ്ടാവുക. ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എംപിയായി സത്യപ്രതിജ്ഞ ചെയ്തതിൻ്റെ ദൃശ്യങ്ങൾ. नरेंद्र दामोदर दास मोदी जो लोकसभा का सदस्य निर्वाचित हुआ हूं, ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा। मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूंगा तथा जिस पद को मैं ग्रहण करने वाला हूं उसके कर्तव्यों का श्रद्धापूर्वक निर्वहन करूंगा। കോട്ടയം സ്പീക്കർ ഭർതൃഹരി മഹ്താബാണ് സത്യപ്രതിജ്ഞയ്ക്ക് മേൽനോട്ടം വഹിച്ചത്. പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യാൻ എത്തുമ്പോൾ ഇന്ത്യ സഖ്യ അംഗങ്ങൾ ഭരണഘടനയുടെ ചെറിയ പതിപ്പ് ഉയർത്തിക്കാട്ടിയപ്പോൾ മോദി മോദി മുദ്രാവാക്യം മുഴക്കിയാണ് ഭരണപക്ഷ അംഗങ്ങൾ പ്രധാനമന്ത്രിയെ വരവേറ്റത്. പ്രധാനമന്ത്രിക്ക് പിന്നാലെ മറ്റു മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. സുരേഷ് ഗോപി മലയാളത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ. ലോകസഭയിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സുരേഷ് ഗോപിയായ ഞാൻ നിയമപ്രകാരം ഏർപ്പെടുത്തപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പ്രദർശിപ്പിച്ചു കൊള്ളാമെന്നും ഇന്ത്യയുടെ പരമാധികാരത്തെയും അവിഛിന്നതയെയും നിലനിർത്തിക്കൊള്ളാമെന്നും ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തമാം വണ്ണം നിർവഹിച്ചു കൊള്ളാമെന്നും ദൈവത്തിൻ്റെ പേരിൽ പ്രതിജ്ഞ ചെയ്തു കൊള്ളുന്നു. വർദ്ധിത വീര്യത്തോടെയായിരുന്നു ഇന്ന് പ്രതിപക്ഷം ലോക്സഭയിൽ എത്തിയത്. ഇന്ത്യ സഖ്യത്തിലെ അംഗങ്ങൾ ഒറ്റക്കെട്ടായാണ് ഇന്ന് ലോക്സഭയിൽ പെരുമാറിയത്. അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യ അംഗങ്ങൾ ഒന്നിച്ചു തന്നെ ലോക്സഭയിലേക്ക് എത്തി. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ എത്തിയപ്പോൾ നീറ്റ് നീറ്റ് എന്ന് പ്രതിപക്ഷം മുദ്രാവാക്യം മുഴക്കുന്നതും കേൾക്കാമായിരുന്നു. കോട്ടയം സ്പീക്കറുടെ പാനലിൽ നിന്ന് ഇന്ത്യ സഖ്യ അംഗങ്ങൾ പിന്മാറുകയും ചെയ്തു. കോട്ടയം സ്പീക്കർമാരുടെ പാനൽ വായിച്ചപ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധിച്ചു. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ തുടരുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ER രാഗേഷ് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. രാഗേഷ്, ഇന്ന് ആദ്യം പ്രധാനമന്ത്രി ലോക്സഭയ്ക്ക് വെളിയിൽ മാധ്യമങ്ങളോട് സംസാരിച്ചു. അവിടെ നിന്നായിരുന്നുവല്ലോ തുടക്കം. ഈ മൂന്നാം ചുവട് വെക്കുമ്പോൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിട്ട് തോന്നിയത് സമവായത്തോടെ മുന്നോട്ട് പോകും, ഭൂരിപക്ഷം ഉറപ്പിക്കാനാണ്, അതായത് ആരാണ് ഭരിക്കുന്നത് എന്ന് ഉറപ്പിക്കാനാണ് ഭൂരിപക്ഷം വേണ്ടി വരുന്നത്. പക്ഷേ ഇനി അങ്ങോട്ട് ഭൂരിപക്ഷത്തിന്റെ അല്ല, സമവായത്തിന്റെ ദിനങ്ങളാണ് വരുന്നത് എന്നാണല്ലോ പ്രധാനമന്ത്രി പ്രധാനമായിട്ടും പറഞ്ഞത്. അതുപോലെ തന്നെ ലോക്സഭയിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ തവണത്തെ പോലെയൊന്നുമല്ല, ഇത്തവണ എങ്ങനെയായിരിക്കും ശബ്ദം എന്ന് വ്യക്തമാക്കുന്നതല്ലേ ഈ സത്യപ്രതിജ്ഞാ ദിവസം?
മഞ്ജുഷ, ഏതായാലും പ്രധാനമന്ത്രി രാവിലെ സഭാ സമ്മേളനത്തിന് മുന്നോടിയായാണ് മാധ്യമങ്ങളെ കണ്ടത്. അപ്പോഴാണ് പ്രധാനമന്ത്രി പുതിയ ചരിത്ര ദിനം, പ്രത്യേകിച്ച് മഹത്തായ ദിനമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുകയും ചെയ്തത്. അതിന് സൂചനയായി പറഞ്ഞത്, ഒന്ന്, പുതിയ പാർലമെന്റിൽ ആദ്യമായി സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്. ഒപ്പം പ്രധാനമന്ത്രിയെ സംബന്ധിച്ച ഒരു ചരിത്ര നേട്ടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നെഹ്റുവിന് ശേഷം തുടർച്ചയായി 3 തവണ പ്രധാനമന്ത്രി പദത്തിലെത്തുന്ന പ്രധാനമന്ത്രി, അക്കാര്യം പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. ഒപ്പം ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകും, പ്രതിപക്ഷത്തെ ഒപ്പം നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രതികരണവും മോദിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു. പാർലമെന്റിന്റെ മര്യാദ കാത്തുസൂക്ഷിക്കും, പ്രതിപക്ഷം കാത്തുസൂക്ഷിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ഇത് തന്റെ 3ാം തവണയാണ്. അതുകൊണ്ട് തന്നെ 3ാം തവണ 10 മടങ്ങ് 3 ഇരട്ടിയായി പ്രവർത്തിക്കും എന്ന പരാമർശം കൂടി മോദി നടത്തുകയുണ്ടായി. അതിനുശേഷം പാർലമെന്റ് സമ്മേളനത്തിൽ പക്ഷേ പ്രതിപക്ഷമാകട്ടെ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരണം എങ്ങനെ നടത്തി അതേപോലെ ഒറ്റക്കെട്ടായാണ് ഇന്ത്യ സഖ്യം ഇത്തവണയും ആദ്യ ദിനവും സഭയിലെത്തിയത്. ഇന്ന് സഭ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പ്രതിപക്ഷ അംഗങ്ങൾ, ഇന്ത്യ സഖ്യ അംഗങ്ങൾ സംഘടിച്ചു. അതിനുശേഷം ഒരു ഭരണഘടനയുടെ കോപ്പിയുമായാണ് ഇവർ പാർലമെന്റിനകത്തേക്ക് പ്രവേശിച്ചത്. മാത്രവുമല്ല, ഇന്ന് പ്രതിപക്ഷ നിരയിൽ ആദ്യ ബെഞ്ചിൽ ഉണ്ടായിരുന്ന നേതാക്കൾ, ഒന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ്, 2 രാഹുൽ ഗാന്ധി. ഇതിൽ യു-പിയിലെ വിജയം ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് വലിയ നിർണായകമായിരുന്നു. BJPയുടെ കണക്കൂട്ടൽ തെറ്റിച്ചത് യു-പിയിലെ ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രകടനമായിരുന്നു. മാത്രവുമല്ല, തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ ചർച്ചയായ അയോധ്യയിലടക്കം BJP പരാജയപ്പെടുകയും ചെയ്തു. ഇപ്പോൾ അയോധ്യയിൽ നിന്ന് വിജയിപ്പിച്ച സമാജ്വാദി പാർട്ടി MP-യാണ് രാഹുൽ ഗാന്ധിക്കും ഒപ്പം തന്നെ അഖിലേഷ് യാദവിനും കൊടിക്കുന്നിൽ സുരേഷിനും ഒപ്പം ആദ്യ നിരയിൽ ഉണ്ടായിരുന്നെന്ന് ശ്രദ്ധേയമായ കാര്യമാണ്. അവധേഷ് പ്രസാദിനെ അങ്ങനെ ഒപ്പം ഇരുത്തിക്കൊണ്ട ഒരു നീക്കം രാഹുൽ ഗാന്ധിയുടെയും അഖിലേഷ് യാദവിന്റെയും ഭാഗത്തുനിന്ന് ഇന്ന് ഉണ്ടാവുകയും ചെയ്തു. ഏതായാലും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായില്ലെങ്കിൽ പോലും ചില പ്രതിഷേധങ്ങൾ പ്രതിപക്ഷം പ്രകടിപ്പിക്കാനും മറന്നില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഭരണഘടനയുടെ ചെറിയ പതിപ്പ് ഉയർത്തിക്കാട്ടുന്നത് കാണാമായിരുന്നു. ഒപ്പം ധർമ്മേന്ദ്ര പ്രധാൻ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ നീറ്റ് അടക്കമുള്ള വിഷയങ്ങൾ അദ്ദേഹം നീറ്റ് എന്ന് പ്രതിപക്ഷ അംഗങ്ങൾ മുഴക്കുകയും ചെയ്തു. കാരണം സമീപകാലത്ത് ദേശീയ തലത്തിൽ ഏറ്റവും ചർച്ചയായി അല്ലെങ്കിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന വിഷയമാണ് ചോദ്യപേപ്പർ ചോർച്ച അടക്കമുള്ള വിഷയങ്ങൾ. ഏതായാലും ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങ് പുരോഗമിക്കുകയാണ്. ആന്ധ്രയിലെ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനങ്ങളുടെ അക്ഷരമാല ക്രമത്തിലാണ് ഈ സത്യപ്രതിജ്ഞ പുരോഗമിക്കുന്നത്. ഇനി അസമിലെ അംഗങ്ങൾ, അതിനുശേഷം ബീഹാർ, ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യും. കേരളത്തിലെ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നിലവിലെ ഷെഡ്യൂൾ പ്രകാരം 4 മുതൽ 5 മണി വരെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അത് പക്ഷേ നീണ്ടുപോകാനുള്ള സാധ്യതയും ഏതായാലും നിലവിലുണ്ട്. നൽകിയത് ഇന്നും നാളെയും അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയായിരിക്കും ലോക്സഭയിൽ ഉണ്ടാവുക. സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് വെളിയിൽ മാധ്യമങ്ങളുമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചിരുന്നു. 3ാം ഘട്ടത്തിൽ 3 മടങ്ങ് അധ്വാനിക്കുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ലോക്സഭാ സമ്മേളനത്തിന് മുന്നോടിയായിട്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ പ്രതികരണം. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മഹത്തായ ദിനമെന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി തുടർച്ചയായി 3ാം തവണ സർക്കാർ അധികാരത്തിൽ വരുന്നത് 60 വർഷത്തിന് ശേഷമാണെന്ന കാര്യവും ഓർമ്മിപ്പിച്ചു. तीसरे कार्यकाल के लिए भी एक सरकार को पसंद किया है, मतलब उसकी नीयत पर मोहर लगाई है, उसकी नीतियों पर मोहर लगाई है, जनता जनार्दन के प्रति उसके समर्पण भाव को मोहर लगाई है। और मैं इसके लिए देशवासियों का हृदय से आभार व्यक्त करता हूं। गत 10 वर्ष में जिस परंपरा को हमने प्रस्थापित करने का निरंतर प्रयास किया है, क्योंकि हम मानते हैं कि सरकार चलाने के लिए बहुमत होता है, लेकिन देश चलाने के लिए सहमति बहुत जरूरी होती है। और इसलिए हमारा निरंतर प्रयास रहेगा कि हर किसी की सहमति के साथ, हर किसी को साथ लेकर के मां भारती की सेवा करें, 140 करोड़ देशवासियों की आशा आकांक्षाओं को परिपूर्ण करे। ജൂൺ 25 ജനാധിപത്യത്തിനേറ്റ കളങ്കമാണെന്ന് അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. എന്നാൽ മോദിയുടെ അടിയന്തരാവസ്ഥ പരാമർശത്തിനെതിരെ പ്രതികരണവുമായി കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ട്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചില്ലെങ്കിലും അടിയന്തരാവസ്ഥയ്ക്ക് സമാനമാണ് ഇപ്പോഴത്തെ സാഹചര്യമെന്ന് മല്ലികാർജുൻ ഖാർഗെ മറുപടി നൽകി. डेमोक्रेटिक नॉर्म्स को तोड़ रहे हैं, इसीलिए आज हम ये दिखाना चाहते हैं, भाई मोदी जी आप संविधान के तहत चलिए, विदाउट डिक्लेयरिंग इमरजेंसी यू आर डूइंग इट। इसीलिए
हर बार वही बात बोल के आप कितने दिन ऐसा ही अपनी हुकूमत करना चाहते हैं? കൊടിക്കുന്നിൽ സുരേഷും ഇന്ന് ന്യൂസ് 18നോട് പ്രതികരിച്ചു. പ്രോടൈം സ്പീക്കർ സ്ഥാനം അദ്ദേഹത്തിന് നൽകിയിരുന്നില്ല. ഇതേക്കുറിച്ചുള്ള പ്രതികരണമാണ് അദ്ദേഹം ന്യൂസ് 18നോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. ഇതിന് കേന്ദ്രം നൽകിയ വിശദീകരണം കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞ കാര്യങ്ങൾ അത് നിഷേധിക്കുകയായിരുന്നു കൊടിക്കുന്നിൽ സുരേഷ്. 2 തവണ കൊടിക്കുന്നിൽ സുരേഷ് തോറ്റതാണ് എന്ന കാര്യമായിരുന്നു കിരൺ റിജിജു പറഞ്ഞത്. ഇതിനെയാണ് കൊടിക്കുന്നിൽ സുരേഷ് എതിർത്തത്. I'm joined by Congress MP Mr. Kodikkunnil Suresh. Sir, thank you for speaking with us. We have seen the controversy surrounding the pro tem speaker. You are one of the most senior member of parliament. Now has the Congress decided to not assist the pro tem speaker? What is going to be your strategy? Are you boycotting the panel itself? The pro tem speaker panel, 3 India Alliance members included, myself and T.R. Baluji and Sudeep Bandobadi. India Alliance partners collectively decided that to boycott these panel members, not assist to pro tem speaker, because the government has broken the convention of the Lok Sabha. Our Lok Sabha convention was who are the more term for the senior most and also more time elected in the house, he will be the pro tem speaker. That was broken by the government. That's why we decided to boycott in the pro tem speaker panel member. മറ്റു വാർത്തയിലേക്ക് പോവുകയാണ്. +1 സീറ്റ് വിഷയത്തിൽ സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലും പ്രതിഷേധം ശക്തമാവുകയാണ്. ഇപ്പോൾ കാണുന്നത് നിയമസഭയിലേക്ക് KSU നടത്തുന്ന മാർച്ചാണ്. KSUവിന്റെ മാർച്ചിലും സംഘർഷം കാണുന്നു. മലപ്പുറത്തും കോഴിക്കോടും വലിയ പ്രതിഷേധമാണ് വിദ്യാർത്ഥി സംഘടനകൾ നടത്തുന്നത്. SFIയും കോഴിക്കോട്ടെ സമരത്തിൽ പങ്കാളികളാകുന്നു എന്ന പ്രത്യേകതയും ഉണ്ട്. നിയമസഭാ മാർച്ചിലും സംഘർഷമുണ്ടാകുന്നു. KSUവിന്റെ മാർച്ചാണ് ഇപ്പോൾ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞിരിക്കുന്നത്. +1 സീറ്റ് വിഷയം മലബാറിലേതാണ്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ സീറ്റുകൾ ഇല്ലാത്തത് വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. A+ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് പോലും ഇഷ്ടമുള്ള സ്കൂളുകളിൽ ഇഷ്ടമുള്ള ബാച്ചുകൾ തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇക്കാര്യം വിദ്യാഭ്യാസ മന്ത്രി തുടർച്ചയായി നിഷേധിക്കുകയാണ്. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇങ്ങനെയൊരു സമരം. KSUവിന്റെ മാർച്ച് തത്സമയം. തിരുവനന്തപുരത്തെ മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് കണ്ടത്. മലപ്പുറത്തും കോഴിക്കോടുമാണ് ഏറ്റവും ശക്തമായ പ്രതിഷേധം നടക്കുന്നത്. ഫ്രറ്റേണിറ്റിയുടെ സമരമുണ്ട് കോഴിക്കോട്. മലപ്പുറത്ത് MSF സമരരംഗത്താണ്. KSUവും സമരരംഗത്തുണ്ട് കോഴിക്കോടും മലപ്പുറത്തും. മലപ്പുറത്ത് ഹയർ സെക്കൻഡറി മേഖല ഉപഡയറക്ടറുടെ ഓഫീസിലേക്ക് തള്ളിക്കയറിയ MSF വനിതാ പ്രവർത്തകരെയും KSU പ്രവർത്തകരെയും പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്തേക്ക് വരാം. KSUവിന്റെ മാർച്ചിലെ സംഘർഷത്തിന്റെ വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുകയാണ്. ഡാൻ, ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണല്ലോ ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനകൾ. ഇപ്പോഴും സ്ഥലത്ത് സംഘർഷം തുടരുകയാണ്.
കൂടുതൽ സംഘർഷം മലപ്പുറത്തുനിന്നുള്ള ദൃശ്യങ്ങൾ കൂടി കാണാം. മലപ്പുറത്തും കോഴിക്കോടുമാണ് പ്രശ്നം അതിരൂക്ഷമായിരിക്കുന്നത്. മലപ്പുറത്ത് MSFന്റെ വനിതാ പ്രവർത്തകർ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ ഓഫീസിലേക്കാണ് ബലം പ്രയോഗിച്ച് കയറിയത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. ഒരു വിൻഡോയിൽ കാണുന്ന അതാണ് വനിതാ പ്രവർത്തകരുടെ പ്രതിഷേധം. ഞങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല ഇവിടെ വന്നത്. ഞങ്ങള് ഈ മലബാറിലുള്ള 83,000-ഓളം വിദ്യാർത്ഥികള് അവര് വിജയിച്ചിട്ടും അവർക്ക് അർഹതപ്പെട്ട കോഴിക്കോട് ഫ്രറ്റേണിറ്റിയും സമരം ചെയ്തു. അതിന്റെ ദൃശ്യങ്ങളും കാണാം. ഫ്രറ്റേണിറ്റിയുടെ സമരത്തിലും നിരവധി പേർ പങ്കെടുക്കുകയുണ്ടായി. +1 സീറ്റ് വിഷയം പരിഹരിച്ചില്ലെങ്കിൽ സമരം തുടരുമെന്ന നിലപാടിലാണ് ഫ്രറ്റേണിറ്റിയും രംഗത്തെത്തിയിരിക്കുന്നത്. മലപ്പുറത്ത് ജില്ലാ കളക്ടറേറ്റിലേക്ക് SFI പ്രവർത്തകരും മാർച്ച് നടത്തിയെന്ന പ്രത്യേകതയുമുണ്ട്. അതേസമയം സീറ്റ് ക്ഷാമമില്ല എന്ന നിലപാട് മന്ത്രി വി ശിവൻകുട്ടി ആവർത്തിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ CV അനുമോദ് മലപ്പുറത്ത് നിന്ന് MS അനീഷ് കുമാർ കോഴിക്കോട് നിന്നും ചേരുന്നു. അനുമോദ്, ഇന്നും വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് സീറ്റിന് ഒരു പ്രശ്നവും ഇല്ല എന്നാണ്. പക്ഷേ SFIക്ക് പോലും ഇത് ബോധ്യമായിട്ടില്ലല്ലോ. SFI നേരിട്ട് ഈ സമരരംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണല്ലോ. ഇന്ന് മലപ്പുറത്ത് ഏതൊക്കെ സംഘടനകളുടെ സമരമുണ്ടായിരുന്നു? ഈ +1 സീറ്റ് പ്രതിസന്ധി മലപ്പുറത്ത് തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇന്ന് SFIയും SFIയുടെ സമരമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എടുത്തു പറയേണ്ടത്. കാരണം MSFും KSUവും ദിവസങ്ങളായി സമരരംഗത്തുണ്ട്. SFI ഈ ഒരു സമരത്തിൽ അവർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, 3ാം അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും അധിക ബാച്ച് സർക്കാർ അനുവദിക്കാത്ത സാഹചര്യത്തിലാണ് ഈ സമരത്തിലേക്ക് പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുന്നത് എന്നുള്ളതാണ്. കാരണം 3ാം അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ സമരം ചെയ്യുമെന്ന് നേരത്തെ തന്നെ SFI പ്രഖ്യാപിച്ചിരുന്നതാണ്. അത് പ്രകാരമാണ് ഈ സമരം. പക്ഷേ ഇവിടെ MSFും KSUവും പ്രചരിപ്പിക്കുന്ന തരത്തിൽ 30,000-ഓളം പേർക്ക് സീറ്റ് കിട്ടാത്ത സാഹചര്യം ഇല്ല എന്നും ആ സീറ്റ് കിട്ടാത്തവരുടെ എണ്ണം 10,000-ൽ താഴെയാണെന്നും അതും അൺഎയ്ഡഡ് സീറ്റുകൾ കണക്കിലെടുത്തു കഴിഞ്ഞാൽ അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാവുകയില്ല എന്നതുമാണ് SFIയുടെ നിലപാട്. പക്ഷേ കുട്ടികൾ അൺഎയ്ഡഡിൽ പഠിക്കണമെന്നല്ല, സർക്കാർ അതിനു വേണ്ടി അധിക ബാച്ച് നൽകണം എന്ന് തന്നെയാണ് SFIയുടെ നിലപാട്. അതുകൊണ്ടാണ് ഈ ഒരു സമരരംഗത്തേക്ക് പ്രത്യക്ഷ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുന്നത് എന്നാണ് ഈ SFIയുടെ ഈ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗമായ E. അഫ്സൽ പ്രസംഗിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത്. എന്താണെങ്കിലും ഈ ഒരു കണക്ക് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. MSFും KSUവും പറയുന്ന കണക്കും വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ച കണക്കുമെല്ലാം തന്നെ വളരെ വ്യത്യസ്തമാർന്ന തരത്തിലാണ് വിലയിരുത്തേണ്ടത്. ഇവിടെ ഈ അൺഎയ്ഡഡ് സീറ്റുകൾ അത് കണക്കിലെടുത്തുകൊണ്ട് അത് ഈ ഒരു അൺഎയ്ഡഡ് സീറ്റുകളല്ല, അത് കണക്കിലെടുക്കാതെ വേണം ഈ ഒരു സീറ്റ് ക്ഷാമം എന്ന നിലപാടാണ് MSFും KSUവും നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഈ മറ്റ് ജില്ലകളിൽ നിന്ന് ഇവിടെ അപേക്ഷ സമർപ്പിച്ചവർ, അതുപോലെ തന്നെ മലപ്പുറം ജില്ലക്കാരായിട്ട് മറ്റു ജില്ലകളിൽ അപേക്ഷ സമർപ്പിച്ചവർ, അങ്ങനെ ഈ ആളുകളുടെയും 2 തരത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെയും എണ്ണം കുറച്ചുകൊണ്ടും അതിനു പുറമെ സ്വകാര്യ ITI, പോളിടെക്നിക്ക് തുടങ്ങി ഉപരിപഠനത്തിന് വേണ്ട സൗകര്യമുള്ള സ്ഥാപനങ്ങളുടെ സീറ്റുകളുടെ എണ്ണം, അതിനു പുറമെ അൺഎയ്ഡഡ് സീറ്റുകൾ, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള ഉപരിപഠനത്തിന് വേണ്ട സീറ്റുകളുടെ എണ്ണവും കുറച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ നിയമസഭയിൽ അത്തരമൊരു കണക്ക് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ MSFും KSUവും അടങ്ങുന്ന പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം +1 സീറ്റുകൾ കേന്ദ്രീകരിച്ചാണ്. അതാണ് ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ 3ാം അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും നിരവധി കുട്ടികൾ ഇത്തരത്തിൽ ആ സീറ്റ് കിട്ടാതെ നിൽക്കുന്നു എന്നൊരു യാഥാർത്ഥ്യവുമുണ്ട്. എന്നാണെങ്കിലും ഇവിടെ അൺഎയ്ഡഡ് സീറ്റുകളുടെ എണ്ണത്തിൽ
ചെറിയ ഒരു സംശയവും അത് ഒരു ആശയക്കുഴപ്പവും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. SFI വരെ ഈ ഒരു വിഷയത്തിൽ പരസ്യ പ്രതിഷേധത്തിന് ഇറങ്ങിയ സാഹചര്യത്തിൽ നാളെ നടക്കുന്ന ചർച്ച വളരെ പ്രധാനപ്പെട്ടതാണ്. മലപ്പുറം ജില്ലയ്ക്ക് അധിക ബാച്ച് നൽകണം എന്ന ആവശ്യം തികച്ചും ന്യായമാണെന്ന് SFI കൂടി ആവശ്യപ്പെടുമ്പോൾ അത് എത്ര ബാച്ച് അനുവദിക്കും, അതുപോലെ ഏതൊക്കെ വിഷയങ്ങളിൽ അനുവദിക്കും എന്നുള്ളതൊക്കെ വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഇതാണെങ്കിൽ ഒരു സീറ്റുകളുടെ എണ്ണത്തിൽ SFIക്ക് വരെ മലപ്പുറത്ത് പ്രതിഷേധത്തിന് ഇറങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും 3 അലോട്ട്മെന്റുകളാണ് മുഖ്യ അലോട്ടുകൾ. ഈ 3 അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷവും ഇപ്പോഴും വിദ്യാർത്ഥികൾക്ക് സീറ്റ് കിട്ടിയിട്ടില്ല. അതുമാത്രമല്ല 2 സപ്ലിമെന്ററി അലോട്ടുകൾ ബാക്കിയുള്ളപ്പോൾ അവശേഷിക്കുന്ന സീറ്റുകളുടെ 3 ഇരട്ടിയോളം വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ മന്ത്രി വി ശിവൻകുട്ടി ഇത് അംഗീകരിക്കുന്നില്ല. അവസാന അലോട്ട്മെന്റ് സപ്ലിമെന്ററി അലോട്ട്മെന്റുകൾ കഴിയുമ്പോഴേക്കും ആർക്കും സീറ്റ് കിട്ടാതെ വരില്ല എന്നാണ് മന്ത്രി ഇന്നും പറഞ്ഞത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നാളെ മന്ത്രി വി ശിവൻകുട്ടി ചർച്ച വിളിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം നാളെ ഉച്ചയ്ക്ക് 2 മണിക്കാണ് ചർച്ച നടക്കാൻ പോകുന്നത്. KSUവിൻ്റെ മാർച്ചിൽ സംഘർഷമുണ്ട്. തിരുവനന്തപുരത്ത് ജലപീരങ്കി പ്രയോഗിച്ചു പോലീസ്. അതിൻ്റെ ദൃശ്യങ്ങളും കാണാൻ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുവാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. MS അനീഷ് കുമാർ ചേരുകയാണ് കോഴിക്കോട്ടെ വിവരങ്ങളുമായി. അനീഷ്, കോഴിക്കോട് എങ്ങനെയാണ് ഇന്നത്തെ സമരം? ഏത് രീതിയിലായിരുന്നു? വി ശിവൻകുട്ടി പറയുന്നത് പോലെ അല്ല കാര്യങ്ങളെന്ന് ഇതിനകം തന്നെ തെളിഞ്ഞു കഴിഞ്ഞില്ലേ? തീർച്ചയായും ഈ കണക്കുകൾ സംബന്ധിച്ചൊരു വ്യക്തത ഇപ്പോഴും അവശേഷിക്കുന്നില്ല. കാരണം ഈ 3ാം അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും A+ ലഭിച്ച വിദ്യാർത്ഥികൾക്കടക്കം അഡ്മിഷൻ ലഭിച്ചിട്ടില്ല എന്ന് ഈ വിദ്യാർത്ഥി സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ കൃത്യമായ ഒരു ഏകോപിത രൂപത്തിലുള്ളൊരു കണക്ക് ഇനിയും വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നോ അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തുനിന്നോ ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് പഠിക്കാൻ ആവശ്യത്തിന് അവസരങ്ങൾ ഉണ്ടാവും എന്നത്. എന്നാൽ ഈ അൺഎയ്ഡഡ് സ്കൂളുകളിലെ സീറ്റൊന്നും ഈ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ സീറ്റുകളുടെ ഒപ്പം കണക്ക് കൂട്ടരുതെന്ന ആവശ്യമാണ് ഈ പ്രതിഷേധത്തിലുള്ള സംഘടനകൾ വെക്കുന്നത്. കാരണം അൺഎയ്ഡഡ് സ്കൂളുകളിൽ വലിയ ഫീസ് നൽകി കുട്ടികൾ പഠിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അത് ഒഴിവാക്കണമെന്ന് തന്നെ അവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എന്തായാലും രാവിലെ KSU പ്രവർത്തകരാണ് ആദ്യം പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. അവർ RDD ഓഫീസിലേക്ക് മാർച്ച് നടത്താനുള്ള നീക്കമായിരുന്നു. ഈ ഓഫീസിന്റെ കവാടത്തിലേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ പോലീസ് ഇത് തടയുകയും പ്രവർത്തകരും പോലീസുമായി കുറച്ചു നേരത്തേക്ക് സംഘർഷമുണ്ടാവുകയും ചെയ്തു. KSU ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയാണ് സ്ഥിതിഗതികൾ ശാന്തമാക്കിയത്. SKSSF അടക്കമുള്ള സംഘടനകൾ ഓഫീസ് പടിക്കൽ ഇപ്പോഴും ധർണാ സമരം നടത്തുന്നുണ്ട്. മറ്റൊരു സമരം ഫ്രറ്റേണിറ്റി മൂവ്മെന്റിന്റെ ഭാഗത്തു നിന്നായിരുന്നു. അവർ ഏതാണ്ട് KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും മാർച്ചായി എത്തുകയും മാവൂർ റോഡ് ഉപരോധിക്കുകയും ചെയ്തിരുന്നു. നിരവധി പ്രവർത്തകർ ഈ റോഡ് ഉപരോധത്തിൽ പങ്കെടുത്തു. വളരെ പെട്ടെന്ന് തന്നെ ഗതാഗതമടക്കം സ്തംഭിച്ച സാഹചര്യത്തിൽ പോലീസ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയുമായിരുന്നു. എന്തായാലും ഈ വരും ദിവസങ്ങളിലും ശക്തമായി തന്നെ സമരവുമായി മുന്നോട്ട് പോകും. സർക്കാർ ഇപ്പോഴും ഒരു ഒത്തുതീർപ്പിന് തയ്യാറാവുന്നില്ല, അല്ലെങ്കിൽ ഈ സീറ്റുകൾ കുറവുണ്ട് എന്ന കാര്യം അംഗീകരിക്കാൻ പോലും തയ്യാറാവുന്നില്ല എന്നതാണ് MSFും KSUവും അടക്കം പറയുന്നത്. അതുകൊണ്ട് നാളെയും കൂടുതൽ ശക്തമായ സമര പരിപാടികൾ ഉണ്ടാവുമെന്നാണ് അവർ പറയുന്നത്. ശരി, കോഴിക്കോടും മലപ്പുറത്തും ശക്തമായ സമര പരിപാടികളാണ് നടക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് VV വിനോദ് കൂടി ചേരുകയാണ്. വിനോദ്, തെക്കൻ കേരളത്തിൽ അത്ര വിഷയമില്ല +1 സീറ്റ് വിഷയം. പക്ഷേ ഇത് സംസ്ഥാന വ്യാപകമായി സമരം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണല്ലോ KSU നിയമസഭയിലേക്ക്, ഇന്ന് നിയമസഭ ചേരുന്ന ദിവസമാണ്, ഇങ്ങനൊരു മാർച്ച് സംഘടിപ്പിച്ചത്. സ്ഥലത്ത് പ്രശ്നമുണ്ടോ ഇപ്പോൾ? ഇത് വലിയ സംഘർഷത്തിലേക്ക് പോകുന്നുണ്ടോ KSUവിന്റെ സമരം തിരുവനന്തപുരത്ത് നിയമസഭയ്ക്ക് മുന്നിൽ? വിനോദ്, കേൾക്കുന്നുണ്ടോ? തിരുവനന്തപുരത്ത് KSU ആണ് മാർച്ച് നടത്തുന്നത്. മറ്റ് വിദ്യാർത്ഥി സംഘടനകളും സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും സമരം ചെയ്യുകയാണ്. ഇന്ന് നിയമസഭയിൽ ഈ വിഷയം വന്നപ്പോൾ ഭരണപക്ഷത്തെ ഒരു MLA തന്നെ നേരിട്ട് സർക്കാരിനെതിരെ രംഗത്ത് വരുന്ന കാര്യവും ഉണ്ടായിരുന്നു. അഹമ്മദ് ദേവർഗോവിലാണ് വടക്കൻ കേരളത്തിൽ സീറ്റുകളുടെ കുറവുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞത്. ഇക്കാര്യം അദ്ദേഹം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. എന്നാൽ +1 പ്രവേശന വിഷയത്തിൽ SFIക്കെതിരെ മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തി. SFI എല്ലാം മനസ്സിലാക്കണമെന്നില്ലല്ലോ എന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. നാളെ ഇത് മനസ്സിലാക്കുമെന്ന് കരുതുന്നു എന്ന് മന്ത്രി പറഞ്ഞു. നാളെയാണ് ചർച്ച നടക്കാൻ പോകുന്നത്. മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് നാളെ ഉച്ചയ്ക്ക് ശേഷം. അപ്പോൾ SFIക്ക് മനസ്സിലാകുമെന്നാണ് മന്ത്രി ഉദ്ദേശിച്ചത്. പഠിച്ച സ്കൂളിൽ തന്നെ പഠിക്കണമെന്ന് നിർബന്ധം പിടിക്കാൻ പറ്റുമോ എന്ന ചോദ്യമാണ് മന്ത്രി ഉന്നയിക്കുന്നത്.
A+ കിട്ടിയവർ പോലും ഇഷ്ടമുള്ള സ്കൂളുകളിൽ പഠിക്കാൻ പറ്റാതെ പുറത്തിരിക്കുന്ന ഈ സമയത്താണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ വികലമായ ചോദ്യം പഠിച്ച സ്കൂളിൽ തന്നെ പഠിക്കണമെന്ന് നിർബന്ധം പിടിക്കാൻ പറ്റുമോ എന്ന്. പ്രീ ഡിഗ്രി ആയിരുന്നപ്പോൾ പഠിച്ച കോളേജിൽ തന്നെ എല്ലാ പേർക്കും ബിരുദത്തിന് അഡ്മിഷൻ കിട്ടിയിരുന്നോ എന്ന ചോദ്യവും വി ശിവൻകുട്ടി ചോദിച്ചു. പഴയ വിദ്യാർത്ഥി നേതാവാണ് ഇങ്ങനെ ചോദിക്കുന്നത് എന്ന കാര്യം വി ശിവൻകുട്ടി മറക്കരുത്. നാളെ SFIക്കും ഇക്കാര്യം മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് വി ശിവൻകുട്ടി പറയുന്നത്. എന്തായാലും +1 സീറ്റ് വിഷയം വലിയൊരു സമര വിഷയമായി മാറിയിരിക്കുകയാണ് സംസ്ഥാനത്ത്. എന്നാൽ ഇപ്പോഴും വിദ്യാഭ്യാസ മന്ത്രി ഇക്കാര്യം നിഷേധിക്കുകയാണ്. മറ്റു വാർത്തയിലേക്ക്. കാസർഗോഡ് ജില്ലയിൽ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലെ വോട്ടുകൾ BJPയിലേക്ക് പോയെന്ന് CPM ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുണ്ടായി. സംസ്ഥാന സർക്കാരിനും EP ജയരാജനുമെതിരെയും ജില്ലാ കമ്മിറ്റിയിൽ അതിരൂക്ഷ വിമർശനമാണ് ഉണ്ടായത്. ഉണ്ണിത്താനെതിരെയുള്ള പ്രചാരണ വീഡിയോ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ എതിർപ്പുണ്ടാക്കിയെന്ന വിമർശനം ഉയർന്നു. അമിത ന്യൂനപക്ഷ പ്രീണനവും CAA വിരുദ്ധ സമരവും വർഗീയ പാർട്ടിയായി ചിത്രീകരിക്കാൻ ഇടയാക്കിയെന്ന വിമർശനവും ഉണ്ടായി. കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയിലാണ് ഇത്തരത്തിലൊരു വിമർശനം ഉണ്ടായത്. KB ബൈജു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്യാനായി കാസർഗോഡ് ചേർന്ന CPM ജില്ലാ കമ്മിറ്റിയിലാണ് EP ജയരാജനെതിരെയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനെതിരെയും അതിരൂക്ഷമായ വിമർശനമുണ്ടായത്. വോട്ടെടുപ്പിന് തൊട്ട് മുൻപത്തെ ദിവസം EP ജയരാജൻ നടത്തിയ പല പ്രസ്താവനകളും തിരിച്ചടിയായി. ഒപ്പം ഭരണവിരുദ്ധ വികാരം കാണാതെ പോയതും വലിയ തിരിച്ചടിയായെന്ന് അംഗങ്ങൾ വിമർശിച്ചു. ഏറ്റവും പ്രധാനം ഈ നേതാക്കളുടെ പെരുമാറ്റ ശൈലിയാണ്. പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരോട് ശോഭിച്ചുള്ള ഇത്തരത്തിലുള്ള പെരുമാറ്റം ജനങ്ങൾക്കിടയിൽ വലിയ അവമതിപ്പുണ്ടാക്കി. ഇത്തരത്തിൽ ഇനിയും ഇത്തരത്തിൽ നേതാക്കളുടെ ശൈലി മാറ്റം ഉണ്ടായില്ലെങ്കിൽ ബംഗാളും ത്രിപുരയും ആവർത്തിക്കാൻ വലിയ താമസമുണ്ടാകില്ല എന്ന ഒരു രൂക്ഷ വിമർശനം അംഗങ്ങൾക്കിടയിൽ നിന്നുമുണ്ടായി. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ നിന്നുള്ള അംഗങ്ങളാണ് ഇത്തരത്തിലുള്ള വിമർശനവുമായി രംഗത്തെത്തിയത്. മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ ഉള്ളവ മുടങ്ങിയത് വലിയ തിരിച്ചടിയായെന്ന ഒരു വിമർശനമുണ്ടായി. നമുക്കറിയാം, കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം എൻഡോസൾഫാൻ ദുരിതബാധിതർ ഉൾപ്പെടെയുള്ള ഒരു ജില്ലയാണ്. ഈ ദുരിതബാധിതരുടെ പെൻഷൻ ഉൾപ്പെടെയുള്ളവ മുടങ്ങിയിട്ട് 13 മാസത്തിലേറെയായി. തെരഞ്ഞെടുപ്പ് കാലത്തും അനിശ്ചിതകാല സമരത്തിലായിരുന്നു എൻഡോസൾഫാൻ ദുരിതബാധിതർ. ഈ പ്രശ്നം കൈകാര്യം ചെയ്യാൻ സർക്കാർ മുന്നോട്ട് വരാത്തതും ജനങ്ങൾക്കിടയിൽ പാർട്ടിയെ അകറ്റാൻ കാരണമായി. നിഷ്പക്ഷ വോട്ടുകൾ പലതും പാർട്ടിക്ക് ലഭിക്കാതെ പോയതും ഇത്തരത്തിലുള്ള കാരണം കൊണ്ട് തന്നെയാണെന്ന ഒരു രൂക്ഷ വിമർശനം തന്നെയാണ് ഉണ്ടായത്. എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ പുറത്തിറക്കിയ പ്രചരണ വീഡിയോ ആണ്. ഈ വീഡിയോ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ വലിയ അതൃപ്തിക്ക് കാരണമായി. പ്രത്യേകിച്ച് മാലിക് ദിനാർ പോലുള്ള മുസ്ലിം വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പള്ളിയുമായി ചേർത്ത് വെച്ച ഒരു വീഡിയോ ആയിരുന്നു ഇത്. ഉണ്ണിത്താൻ്റെ കുറിയുമായി ബന്ധപ്പെട്ട് ചിത്രീകരിക്കുന്ന വീഡിയോ. ഈ വീഡിയോ സ്ഥാനാർത്ഥി ഉൾപ്പെടെ ഷെയർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ വിവാദമായപ്പോൾ, ഈ വീഡിയോ വിവാദമായപ്പോൾ അപ്പോൾ തന്നെ അത് പിൻവലിക്കുന്ന സാഹചര്യമുണ്ടായി. ഇത് മുസ്ലിം വോട്ടുകൾ കുറയാൻ കാരണമായി എന്ന ഒരു വിമർശനമുണ്ടായി. മറ്റൊന്ന്, ഈ ന്യൂനപക്ഷ പ്രീണന നയം വലിയ തോതിൽ തിരിച്ചടിയായി എന്നതാണ്. CAA ഉൾപ്പെടെയുള്ളവയുള്ള നിലപാട്, പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിൽ CPM കൈക്കൊണ്ട നിലപാട് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായി. അമിതമായ ന്യൂനപക്ഷ ഈ പ്രീണനം ആണ് ഇത്തരത്തിൽ വോട്ടുകൾ ഉണ്ണിത്താൻ്റെ വലിയ ഭൂരിപക്ഷം വർദ്ധിക്കാൻ കാരണമായെന്ന ഒരു വിലയിരുത്തലുമുണ്ടായി. ഏതായാലും EP ജയരാജന്റെ സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു വിമർശനം എന്നതും ശ്രദ്ധേയമാണ്. KK ശൈലജയും ഈ യോഗത്തിൽ പങ്കെടുത്തു. ശനിയാഴ്ച സെക്രട്ടേറിയറ്റ് ചേരുകയായിരുന്നു. ഇന്നലെയാണ് ജില്ലാ കമ്മിറ്റി ചേർന്നത്. ഏതായാലും ഇന്നും ജില്ലാ കമ്മിറ്റി ഇന്നും ഉണ്ട്. ഇന്നും വലിയ തോതിലുള്ള വിമർശനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഇന്ന് ജില്ലാ കമ്മിറ്റി ഇന്ന് സമാപിക്കും. KB ബൈജു, ന്യൂസ് 18 കാസർഗോഡ്. CPMന്റെ തൃശൂർ ജില്ലാ കമ്മിറ്റിയിൽ പക്ഷേ മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നതിനൊപ്പം തന്നെ മുഖ്യമന്ത്രിക്ക് പിന്തുണയും നൽകുന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായി. തൃശൂർ ജില്ലാ കമ്മിറ്റിയിൽ തെരഞ്ഞെടുപ്പിനെ മുഖ്യമന്ത്രി നയിച്ചിരുന്നു ഇല്ല എങ്കിൽ
തോൽവിയുടെ ആക്കം കൂടുമായിരുന്നുവെന്ന് അഭിപ്രായപ്പെട്ടവരായിരുന്നു കൂടുതൽ. അത്തരമൊരു നിലപാടാണ് ജില്ലാ കമ്മിറ്റി എടുത്തത്. എന്നാൽ നവകേരള സദസ്സ് തിരിച്ചടിച്ചെന്ന് കമ്മിറ്റി വിലയിരുത്തി. ക്ഷേമ പെൻഷൻ മുടങ്ങിയതും സപ്ലൈകോയിലെ പ്രതിസന്ധിയും സാധാരണക്കാരെ പാർട്ടിയിൽ നിന്ന് അകറ്റിയെന്നും തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തലുണ്ട്. റോഡിലെ കുഴികൾ അടയ്ക്കാത്തത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി. കരുവന്നൂർ വിഷയം കൈകാര്യം ചെയ്തതിൽ പാർട്ടിക്ക് വലിയ പോരായ്മയുണ്ടായി എന്നും പാർട്ടി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ. ഇടപാടുകാർക്ക് പണം പൂർണ്ണമായി നൽകാത്തതാണ് ഇരിങ്ങാലക്കുടയിൽ LDFനെ 3ാം സ്ഥാനത്തേക്ക് കൊണ്ടുപോയത്. തെരഞ്ഞെടുപ്പ് കാലത്ത് തൃശൂർ മേയർ സുരേഷ് ഗോപിയെ വാഴ്ത്തിപ്പാടിയത് തിരിച്ചടിയായി എന്നും CPM തൃശൂർ ജില്ലാ കമ്മിറ്റി വിലയിരുത്തുകയുണ്ടായി. CPMന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ കാണണമെന്ന അഭിപ്രായമുയർന്നു. ബലം പിടുത്തം തുടർന്നാൽ ജനം കൈവിടുമെന്ന് മുന്നറിയിപ്പ്. ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനം വളരെ മോശമാണെന്നും വിമർശനമുയർന്നു. ജില്ലാ കമ്മിറ്റി യോഗത്തിലെ ചർച്ചയിലായിരുന്നു ഈ വിമർശനങ്ങൾ ഉണ്ടായത്. കേരള കോൺഗ്രസ് എമ്മിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ തോമസ് ചാഴികാടൻ മുഖ്യമന്ത്രിയുടെ നിലപാടിനെ വിമർശിക്കുകയുണ്ടായി. തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് CPMൽ നിന്നടക്കം വിമർശനം ഉയർന്നെങ്കിലും മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് പക്ഷേ കേരള കോൺഗ്രസ് എം സ്വീകരിച്ചത്. തോമസ് ചാഴികാടൻ മാത്രമാണ് വ്യത്യസ്തമായ ഒരു നിലപാടെടുത്തത്. മുഖ്യമന്ത്രിയെ മാത്രം പഴിചാരുന്നത് തെറ്റാണെന്നാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം വിലയിരുത്തിയത്. CPMന്റെ രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിക്ക് നൽകിയതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിക്ക് അനുകൂലമായ വിലയിരുത്തൽ. കോട്ടയത്ത് പരാജയപ്പെട്ട തോമസ് ചാഴികാടൻ പക്ഷേ തോൽവിയുടെ കാരണങ്ങളിൽ മുഖ്യമന്ത്രിയുടെ നിലപാടുകളെയും ഉൾപ്പെടുത്തിയെന്ന പ്രത്യേകതയുമുണ്ട്. ജി ശ്രീജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. എന്തായാലും കൗതുകകരമായ രാഷ്ട്രീയ വിലയിരുത്തലാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഏറ്റവും പ്രത്യേകതയുള്ളത് സംസ്ഥാനത്തൊട്ടാകെ CPMന്റെ വിവിധ ജില്ലാ കമ്മിറ്റികളടക്കം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശൈലി, പോലീസ് വകുപ്പ്, അങ്ങനെ വിവിധ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് മൈക്കിനോടുള്ള പിണറായി വിജയന്റെ പ്രതികരണങ്ങൾ ഇതെല്ലാം ചൂണ്ടിക്കാണിച്ച് വിമർശനം നടത്തി മുന്നോട്ട് പോകുമ്പോഴാണ് മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്താൻ പാടില്ല, അതായത് ഇതൊരു കൂട്ടുത്തരവാദിത്തമാണ് തോൽവിക്കുള്ളത് എന്ന വിലയിരുത്തലുമായി കേരള കോൺഗ്രസ് എം രംഗത്തെത്തിയത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. ജോസ് കെ മാണി ഉൾപ്പെടെ നിരവധി നേതാക്കൾ യോഗത്തിൽ സംസാരിച്ചപ്പോൾ ഇതേ അഭിപ്രായം തന്നെ പങ്കുവച്ചു എന്നുള്ളതാണ്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ചേർത്ത് വായിക്കേണ്ടത് CPM സമീപകാലത്തില്ലാത്ത നിലയിൽ ഒരു വലിയ വിട്ടുവീഴ്ച നടത്തിക്കൊണ്ട് ഇപ്പോൾ ലോക്സഭാ സീറ്റ് MP വീരേന്ദ്രകുമാറിന് അടക്കം അന്ന് ഏറ്റെടുത്ത് മത്സരിച്ചൊരു CPMന്റെ ചരിത്രം അവിടെയുണ്ട്. അവിടെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മുന്നണിക്ക് കെട്ടുറപ്പിന് വേണ്ടി കേരള കോൺഗ്രസ് എമ്മിന്റെ ഒരു പിടിവാശിക്ക് നിന്നുകൊടുത്ത് സമ്മർദ്ദത്തിന് ഫലത്തിൽ നിന്നുകൊടുക്കുന്ന ഒരു CPMനെയാണ് അടുത്ത കാലത്ത് കണ്ടത്. അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് വലിയ റോളുണ്ട് എന്നും ജോസ് കെ മാണി ഉൾപ്പെടെയുള്ളവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഫലത്തിലൊരു ഉപകാര സ്മരണ എന്ന നിലയിൽ ഒരു വിലയിരുത്തലിലേക്ക് ഈ കേരള കോൺഗ്രസ് എം കടക്കുന്നു. അതായത് CPMന്റെ ജില്ലാ ഘടകങ്ങളടക്കം തോൽവിയുടെ ഉത്തരവാദിത്തത്തിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട് എന്ന വിമർശനം ഉന്നയിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിക്ക് അല്ല പങ്ക്, എല്ലാവർക്കും കൂടി ഉത്തരവാദിത്തമുള്ളതാണ്, സർക്കാർ ചില മുൻഗണനകൾ ഉണ്ടാക്കണം എന്നത് മാത്രമേ ഉള്ളൂ എന്നുകൂടി അദ്ദേഹം കേരള കോൺഗ്രസ് എം പങ്കുവെക്കുന്നത്. പക്ഷെ അവിടെയും വ്യത്യസ്തമായ മറ്റൊരു അഭിപ്രായം, തോറ്റത് തോമസ് ചാഴിക്കാടനാണ്, അതുകൊണ്ട് തന്നെ തോൽവിയെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ കൂടി ഈ യോഗത്തിൽ പങ്കുവെക്കുമ്പോൾ അത് മുഖ്യമന്ത്രിയെ കൂടി അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അതായത് പാലായിൽ നവകേരള സദസ്സ് വേദിയിൽ തോമസ് ചാഴിക്കാടനെ മുഖ്യമന്ത്രി ശാസിച്ചത് വാർത്തകളിൽ ഇടം പിടിച്ചതാണ്. അത്തരം വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടുണ്ട്. അത് തോൽവിക്ക് കാരണമായി എന്ന് തോമസ് ചാഴിക്കാടൻ പറയുന്നു. അതായത് തോമസ് ചാഴിക്കാടൻ സ്ഥാനാർത്ഥിയായ തോമസ് ചാഴിക്കാടന്റെ അഭിപ്രായം മറ്റൊന്നാണ്, അത് കേരള കോൺഗ്രസ് എമ്മിന്റെ അഭിപ്രായം അത് ആകെ മൊത്തത്തിൽ പറയുമ്പോൾ അത് മുഖ്യമന്ത്രിയുടെ മാത്രം കുഴപ്പമല്ല എന്നുകൂടി പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി ഇടതുമുന്നണിയിൽ CPI അടക്കം കടുത്ത വിമർശനം ഉന്നയിച്ച് രംഗത്ത് നിൽക്കുമ്പോഴാണ് അതിൽ നിന്നൊക്കെ CPMൽ നിന്നും വ്യത്യസ്തമായ ഒരു അഭിപ്രായം കൂടി കേരള കോൺഗ്രസ് എം പ്രകടിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ കൗതുകകരമായ ഒരു രാഷ്ട്രീയം. മുഖ്യമന്ത്രിക്ക് പിന്തുണ നൽകുകയായിരുന്നു കേരള കോൺഗ്രസ് എമ്മിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം. തോമസ് ചാഴികാടന് മാത്രമാണ് എതിരഭിപ്രായം ഉണ്ടായിരുന്നത്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ നോക്കാം. നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷം ഉന്നയിച്ച പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് തിരുവനന്തപുരം മുതലപ്പുഴയിലെ അപകടങ്ങളാണ്. 1.5 വർഷത്തിനകം സുരക്ഷിതമായ സാഹചര്യം ഒരുക്കുമെന്ന് സർക്കാർ നിയമസഭയിൽ മറുപടി നൽകി. മുന്നറിയിപ്പുകൾ അവഗണിച്ച്
മീൻപിടുത്തത്തിന് പോകുന്നതാണ് അപകട കാരണമെന്നാണ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത്. മുതലപ്പുഴയിൽ തുടർച്ചയായി അപകട മരണങ്ങൾ ഉണ്ടാകുന്നത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ ആവശ്യപ്പെട്ടത്. കരാർ പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അദാനി ഗ്രൂപ്പ് തയ്യാറായില്ലെങ്കിൽ അതിൽ സർക്കാർ ഇടപെടണമെന്ന് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയ എം വിൻസെന്റ് ആവശ്യപ്പെട്ടു. സർ, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുന്ന ഒരു സർക്കാരിന് ഒരു ഡ്രഡ്ജർ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇതിനെ പോലെ വളരെ പരിതാപകരമായ ഒരു അവസ്ഥ വേറെയുണ്ടോ സർ? മുതലപ്പുഴയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുമെന്നും മുന്നറിയിപ്പുകൾ മത്സ്യത്തൊഴിലാളികൾ അവഗണിക്കുന്നതാണ് അപകടത്തിന് കാരണമെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. പ്രാക്ടിക്കൽ നോളജിനോട് സംസാരിച്ചത് പ്രാക്ടിക്കൽ നോളജുള്ള 15 പേരുടെ കമ്മിറ്റി അവിടെ പരിശോധിച്ച് ഏത് ദിവസമാണ് കാലാവസ്ഥ പ്രശ്നം ഉണ്ടാകുന്ന വ്യതിയാനം ഉണ്ടാകുന്ന ആ ദിവസം ആ സമയത്ത് ഇറങ്ങരുത് അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം ഭരണമുണ്ടായത്. അവിടെ ഒരു കമ്മിറ്റി എല്ലാ ദിവസവും 24 hours പ്രവർത്തിക്കുന്നുണ്ട്. 8 വർഷത്തിനിടെ 74 മരണങ്ങൾ ഉണ്ടായിട്ടും സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. 120 അപകടങ്ങളാണ് അവിടെ ഉണ്ടായത്. 73 മരണങ്ങളാണ് ഉണ്ടായത്. സർ, 700-ലധികം ആളുകൾക്ക് പരിക്കുപറ്റി. നിരവധി വീടുകൾ കടലെടുത്തു. 100 കണക്കിന് വീടുകൾ കടലെടുത്തു. സർ, ഈ വള്ളവും വലയും ലക്ഷക്കണക്കിന് രൂപയുടെ വള്ളവും വലയും നഷ്ടപ്പെട്ടു. കുറച്ച് ആളുകൾ ഒരുമിച്ച് ചേർന്ന് അവരുടെ ഭാര്യയുടെ കെട്ടുതാലി വരെ പണയപ്പെടുത്തിയിട്ടാണ് ഇത് വാങ്ങിക്കുന്നത്. ഇതെല്ലാം നഷ്ടപ്പെടുകയാണ്. നിരന്തരമായ മരണമാണ്. ഭരണകൂടത്തോടാണ് ചോദിക്കുന്നത്. ഞാനത് ഗവൺമെൻറ്റിന് മാത്രമല്ല നമ്മൾ കൂടി ഉണ്ടെന്ന് തോന്നും അതിൻ്റെ അകത്ത് അവരുടെ ചോദ്യം കേട്ടാൽ. നിസ്സംഗരായി നിസ്സഹായരായി നിങ്ങൾ ഒന്നും ചെയ്യാതെ നിൽക്കുകയാണോ എന്നാണ് അവരുടെ ചോദ്യം. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. ന്യൂസ് 18 തിരുവനന്തപുരം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ലഹരി മരുന്ന് ഇടപാടിന് പിന്നിൽ മെക്സിക്കൻ മാഫിയെന്ന് സംശയം. കൊക്കൈൻ കൊച്ചിയിൽ എത്തിച്ചത് ബിസിനസ് വിസയിൽ വന്ന എത്യോപ്യൻ പൗരന്മാരാണ്. 2 കിലോ വീതം കൊക്കൈനാണ് ഇവർ വിഴുങ്ങിയത്. 2 പേരും അന്തർദേശീയ ലഹരി മാഫിയയുടെ ഏജന്റുമാരുമാണ്. എത്യോപ്യയിൽ നിന്നും ദോഹ വഴിയാണ് ദമ്പതികൾ മയക്കുമരുന്ന് കൊച്ചിയിൽ എത്തിച്ചത്. പിടിയിലായ പ്രതി ഒമാറിൽ നിന്നും 1.945 ഗ്രാം കൊക്കൈൻ അടങ്ങിയ 100 ക്യാപ്സൂളുകൾ കണ്ടെടുത്തു. ഇത് ഏകദേശം 19 കോടി രൂപ വില വരും. ഒരാഴ്ച കൊണ്ടാണ് ഒമാറിന്റെ ശരീരത്തിൽ നിന്നും കൊക്കൈൻ പൂർണ്ണമായും പുറത്തെടുത്തത്. ഇയാളെ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ശേഷം ആലുവ സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. ശരീരത്തിലെത്തിയാൽ ദഹിച്ചു പോകാത്ത രീതിയിൽ ടേപ്പിൽ പൊതിഞ്ഞ രീതിയിലാണ് ലഹരിമരുന്ന് കൊണ്ടുവന്നത്. അതേസമയം വെറോണിക്കയുടെ വയറ്റിൽ നിന്നും 92 ക്യാപ്സൂളുകൾ മാത്രമേ കണ്ടെടുത്തിട്ടുള്ളൂ. ഇത് ഏകദേശം 1.8 കിലോ ഉണ്ടാകും. ബാക്കിയുള്ളവ കൂടി പുറത്തെടുക്കുവാനുള്ള ശ്രമത്തിലാണ്. ഇവരിപ്പോഴും അങ്കമാലി അപ്പോളോ അറ്റ്ലസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. 2 കിലോ കൊക്കൈൻ വീതമാണ് ഇരുവരും വിഴുങ്ങിയത്. 16-ന് എത്യോപ്യയിൽ നിന്നും ഒമാൻ ദോഹ വഴി കൊച്ചിയിലേക്ക് എത്തിയ വിമാനത്തിലാണ് ഇരുവരും എത്തിയത്. ബിസിനസ് വിസയിലായിരുന്നു വരവ്. രഹസ്യ വിവരത്തെ തുടർന്ന് കസ്റ്റംസ് DRI നടത്തിയ പരിശോധനയിലാണ് ചെറിയ രീതിയിൽ ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ച ഇരുവരെയും കണ്ടെത്തിയത്. ഇരുവരും അന്തർദേശീയ ലഹരി മാഫിയയുടെ ഏജന്റുമാർ മാത്രമാണെന്നും അന്വേഷണ സംഘത്തിന് മനസ്സിലായി. കേരളത്തിൽ നിന്നും അമേരിക്കയിൽ പോയിട്ടുള്ള ഏതാനും മലയാളികളെ കേന്ദ്രീകരിച്ചും DRI അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഛത്തീസ്ഗഡിലെ സുക്മയിൽ മാവോയിസ്റ്റ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച CRPF ജവാൻ R വിഷ്ണുവിന്റെ മൃതദേഹം നാളെ തിരുവനന്തപുരം പാലോടുള്ള വീട്ടിലെത്തിക്കും. കഴിഞ്ഞ ദിവസമാണ് വിഷ്ണുവും UP സ്വദേശിയായ ശൈലേന്ദ്ര എന്ന ജവാനും സഞ്ചരിച്ച ട്രക്ക് കുഴിബോംബ് പൊട്ടിത്തെറിച്ച് തകർന്നത്. ഛത്തീസ്ഗഡിൽ ബോംബ് സ്ഫോടനത്തിൽ അതിദാരുണമായി മരണപ്പെട്ട നന്ദിയോടിന് സമീപം പൊട്ടഞ്ചിറ സ്വദേശിയായ സൈനികൻ വിഷ്ണുവിൻ്റെ വീടിന് മുമ്പിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ദയനീയമായ കാഴ്ചയാണ് ഈ വീടിന് മുമ്പിൽ നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. കാരണം ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷയുമായി സൈനിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്നയാളാണ് വിഷ്ണു. ആ വിഷ്ണുവിനെയാണ് അപ്രതീക്ഷിതമായ ഒരു സ്ഫോടനത്തിൽ ഈ കുടുംബത്തിനും ഈ നാടിനും നഷ്ടപ്പെട്ടിരിക്കുന്നത്. തികച്ചും ഗ്രാമീണമായ ഒരു അന്തരീക്ഷം. അവിടെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ് വിഷ്ണു. ഏറെ പ്രതീക്ഷയോടെയാണ് സൈനിക സേവനത്തിനായി പോകുന്നത്. പക്ഷേ ഇളയ മകൻ്റെ എഴുത്തിനിരുത്തിനാണ് അവസാനമായി വിഷ്ണു നാട്ടിലെത്തിയിരുന്നത്. 1.5 മാസം മുമ്പായിരുന്നു അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഗൃഹപ്രവേശം. ഈ സമീപത്ത് തന്നെ
നടന്നത്. അവിടെ നിന്ന് ഏറെ സന്തോഷത്തോടെ ഈ വീട്ടിൽ നിന്ന് മടങ്ങിയതാണ് 2 ആൺമക്കളും ഭാര്യയും അടങ്ങുന്ന കുടുംബം. മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്. അവർക്കൊക്കെ ഏറെ പ്രിയങ്കരനായിരുന്ന ഈ കുടുംബത്തിന്റെ മുഴുവൻ താങ്ങായിരുന്ന വിഷ്ണുവിനെയാണ് അപ്രതീക്ഷിതമായി ഈ കുടുംബത്തിന് ഇന്നലെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിന്റെ ഞെട്ടലിൽ നിന്ന് ഇപ്പോഴും ഈ കുടുംബത്തിനും ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ഒന്നും ഇപ്പോഴും മുക്തരാകാൻ കഴിഞ്ഞിട്ടില്ല. വിഷ്ണുവിന്റെ മൃതദേഹം ഛത്തീസ്ഗഡിൽ നിന്ന് നാളെ പുലർച്ചെയായിരിക്കും പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരത്തേക്ക് എത്തിക്കുക എന്ന വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്നത്. പക്ഷേ ഔദ്യോഗികമായി അത് സംബന്ധിച്ച കൃത്യമായ സൂചനകളൊന്നും ഉദ്യോഗസ്ഥ തലത്തിൽ ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴായിരിക്കും കൃത്യമായി സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്ന കാര്യത്തിലടക്കം ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഈ കുടുംബാംഗങ്ങളടക്കം വൈകാരികമായി ഒരു വിയോഗം ഉൾക്കൊള്ളാനാവാത്ത ഒരു സ്ഥിതിയിലായതിനാൽ സ്വാഭാവികമായി നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകുക എന്ന് പറയുന്നത് ഈ ഘട്ടത്തിൽ ഉചിതമായിരിക്കില്ല എന്ന് തോന്നുന്നു. എന്തായാലും നാട്ടുകാരനായ ശ്രീ ശേഖരൻപിള്ള നമ്മളോടൊപ്പം ചേരുന്നു. എങ്ങനെയാണ് വിഷ്ണുവിനെ ഓർത്തെടുക്കുന്നത്? വിഷ്ണുവിനെ നേരത്തെ പരിചയമുണ്ട്, നല്ല സുഹൃത്താണ്. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടായപ്പോഴത്തേക്കും എല്ലാവർക്കും നല്ല വിഷമമുണ്ട്. ഈ എപ്പോഴായിരിക്കും ഇവിടേക്ക് മൃതദേഹം എത്തിക്കുക, അങ്ങനെ എന്തെങ്കിലും? ഒന്നും അറിഞ്ഞിട്ടില്ല. ഒന്നും പറഞ്ഞിട്ടില്ല. ഈ അതായത് വീട് വെച്ചത് എവിടെയായിരുന്നു? ഈ സമീപത്ത് എവിടെയോ? അത് ഒരു 5 കിലോമീറ്റർ അപ്പുറത്താണ്. താന്നിമോടെന്ന് പറയുന്ന സ്ഥലം. ഈ അദ്ദേഹത്തെ അവസാനമായി വന്നപ്പോൾ എപ്പോഴെങ്കിലും കണ്ടിരുന്നോ? കണ്ടിരുന്നു. ഇപ്പോഴും 1 മാസം അയാൾ പോയിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഓർമ്മകളാണ് നാട്ടുകാരടക്കം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷ്ണുവിന്റെ വിയോഗം അത് ഈ കുടുംബത്തിനപ്പുറത്തേക്ക് ഈ നാടിന്റെ വിയോഗമായി മാറുന്നത്. ഇത് വിഷ്ണുവിന്റെ ബന്ധുവായ അമർനാഥാണ്. അമർനാഥ്, എങ്ങനെയാണ് ചേട്ടനെ ഓർത്തെടുക്കുന്നത്? ചേട്ടൻ ഈ 1.5 മാസം മുമ്പേ പാലിയാച്ചിൽ നിന്നപ്പോഴും വളരെ സന്തോഷപരമായിട്ടാണ് ഇവിടെ പെരുമാറുന്നത്. പിന്നെ എനിക്ക് അത്രയ്ക്ക് വലിയ വിഷമമാണ് ഉണ്ടാകുന്നത്. കാരണം എപ്പോഴും ലീവിന് വന്നാലും എന്നെ കൊണ്ട് നമ്മൾ കറങ്ങാനും എല്ലാത്തിനും പോകണം ചേട്ടനാണ്. ഇതൊരു തീരാ ദുഃഖമാണ്. ഇത് എപ്പോഴായിരിക്കും ഇവിടേക്ക് മൃതദേഹം എത്തിക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു ഔദ്യോഗികമായ അറിയിപ്പ് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? വെളുപ്പിന് 1:30 ട്രിവാൻഡ്രം എയർപോർട്ടിൽ എത്തുമെന്നാണ് അറിയിപ്പ്. നാളെ പുലർച്ചെ 1:30 മണിക്ക് എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് അവിടെ നേരെ വീട്ടിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഇവിടെ ഒരു മൊബൈൽ മോർച്ചറി ഒരുക്കണമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് ഇവിടെ വെച്ചതിന് ശേഷം ഇവിടെ നിന്ന് ഈ പുതുതായി പണിത വീട്ടിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, ഈ സംസ്കാര ചടങ്ങുകൾ എവിടെയാണ് നടക്കുന്നത്? ഇതുവരെ തീരുമാനമായിട്ടില്ല. ഓക്കെ, അപ്പോൾ അവിടുന്ന് ഈ സൈനിക ഉദ്യോഗസ്ഥർ തന്നെ ഈ കാര്യത്തിൽ നിങ്ങളെ ബന്ധപ്പെടുന്നുണ്ട്? സൈനിക ഉദ്യോഗസ്ഥർ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, അവരുടെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിരുന്നോ ഈ സംഭവത്തിന് ശേഷം? അവരുടെ ഉദ്യോഗസ്ഥർ എത്തിയില്ല. ആ ടീമിലുള്ളവർ ഇവിടെ ലീവിനുണ്ടായിരുന്നു. അവർ വന്നിട്ടുണ്ടായിരുന്നു. മറ്റൊരുക്കങ്ങളൊക്കെ ഇവിടെ എല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഞങ്ങൾ ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നു. സ്വാഭാവികമായി അത് തന്നെയാണ് അവസ്ഥ. ഈ 1 മാസം മുമ്പും ഏറെ സന്തോഷത്തോടെ ഇവിടെ എത്തി ഈ കുടുംബവുമായി ബന്ധപ്പെട്ട ഗൃഹപ്രവേശന ചടങ്ങിലടക്കം പങ്കെടുത്ത് മകനെ എഴുത്തിനെത്തിയതിനു ശേഷം മടങ്ങിയ അച്ഛനെയാണ് ആ 2 മക്കൾക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടിരിക്കുന്നത്. അവർക്ക് ആ ദുഃഖത്തിന്റെ ആഴം എത്രയാണെന്ന് അറിയാതെ ആ കുഞ്ഞുങ്ങൾ ഈ വീടിന് പുറകിലൂടെ ഓടിക്കളിച്ച് നടക്കുന്നുണ്ട്. ഞാൻ അവരുടെ മുഖം പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് ഇപ്പോൾ എത്തിക്കുന്നില്ല. അത്രമാത്രം വൈകാരികമായൊരു അവസ്ഥയാണ്. ദുഃഖം തളം കെട്ടി നിൽക്കുന്ന സാഹചര്യമാണ് നന്ദിയോട് പൊട്ടഞ്ചിറ എന്ന ചെറിയ ഗ്രാമത്തിൽ നിന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്. ക്യാമറമാൻ സന്തോഷ് കുമാറിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. സംസ്ഥാനത്ത് ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. വരും ദിവസങ്ങളിലും മഴ കനക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കോഴിക്കോട് മീൻചന്തയിൽ മഴയ്ക്കൊപ്പം എത്തിയ കാറ്റിൽ മരം കടപുഴകി വീണു. ആളപായമില്ല. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിനിടെ 1300-ലധികം ആളുകൾ മരിച്ചതായി സൗദി അധികൃതർ അറിയിച്ചു. മരണങ്ങളിൽ 83% വിശുദ്ധ നഗരമായ മക്കയിലും പരിസരത്തിലുമാണ് ഉണ്ടായത്. ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനായി ഉയർന്ന താപനിലയിൽ ദീർഘദൂരം നടന്ന അനധികൃത തീർത്ഥാടകരാണ് മരിച്ചത്. 95 തീർത്ഥാടകർ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ആലപ്പുഴയിൽ ഓൺലൈൻ തട്ടിപ്പിന് ഇരയാകുന്നവരുടെ എണ്ണം കൂടി വരുന്നു. ചേർത്തല സ്വദേശിയായ ഡോക്ടറുടെ പക്കൽ നിന്ന് 7 കോടി രൂപയാണ് സൈബർ തട്ടിപ്പിലൂടെ നഷ്ടപ്പെട്ടത്. വ്യാപാരിയുടെ കയ്യിൽ നിന്നും
ടെലികോം അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ എന്ന പേരിൽ 61 ലക്ഷം രൂപ തട്ടിയെടുത്തു. വടക്കൻ കേരളം കേന്ദ്രീകരിച്ചുള്ള കണ്ണികൾ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ചേർത്തല സ്വദേശിയായ ഡോക്ടർക്ക് ഓൺലൈൻ ട്രേഡ് നടത്താൻ ക്ഷണിച്ചുകൊണ്ടുള്ള ലിങ്ക് വാട്സ്ആപ്പ് മുഖാന്തരമാണ് ലഭ്യമാകുന്നത്. പിന്നീട് ട്രേഡിംഗ് ചെയ്യുന്നതിന് 3 മാസത്തെ പരിശീലനവും ലഭ്യമായതായി പോലീസ് പറയുന്നു. 50,000 തുടങ്ങി 7 കോടി രൂപ വരെ നിക്ഷേപിക്കുകയായിരുന്നു. പണം പിൻവലിക്കുന്നുവെന്ന് അറിയിച്ചതോടെയാണ് തട്ടിപ്പ് പുറത്തുവരുന്നത്. ഡോക്ടർക്ക് പുറമെ ചേർത്തലക്കാരനായ വ്യവസായിക്ക് 60 ലക്ഷമാണ് നഷ്ടമായത്. ടെലികോം അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞാണ് ഒരു സംഘം ഓൺലൈൻ വഴി വ്യവസായിയെ ബന്ധപ്പെടുന്നത്. വ്യവസായിയുടെ പേരിൽ മറ്റൊരു സിം കാർഡ് ഉണ്ടെന്നും രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുമായിരുന്നു ഭീഷണി. ഓൺലൈൻ മുഖാന്തരം അറസ്റ്റ് വാറണ്ടും 2 മണിക്കൂറോളം വീഡിയോ കോൾ വഴി ചോദ്യം ചെയ്യലുമെല്ലാം നടത്തി. തുടർന്ന് പണം ആവശ്യപ്പെടുകയായിരുന്നു. ഈ കേസിൽ ആദിൽ മിലാജ്, നിബിൽ നിയാസ്, മുഹമ്മദ് റിസ്വാൻ, എബിൻ പി ജോസ് എന്നിവർ അറസ്റ്റിലായിട്ടുണ്ട്. കോഴിക്കോട് സ്വദേശികളാണ് ഇവരെന്നാണ് വിവരം. റിസ്വിനെടുത്ത അക്കൗണ്ട് മിഥിലാജിന് വാടകയ്ക്ക് നൽകിയാണ് ഉപയോഗിച്ചത്. ഓരോ ട്രാൻസാക്ഷനും റിസ്വിന് ഇവർ പണം നൽകുമായിരുന്നു. പണം അക്കൗണ്ടിൽ വരാൻ തുടങ്ങിയാൽ 10 ദിവസത്തിനുള്ളിൽ ഇവരുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കും. തട്ടിപ്പ് വ്യാപകമായതോടെ പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ തുറന്നു. ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്ന ഒരു സമയമുണ്ട്. അതായത് തട്ടിപ്പിൽപ്പെട്ട് കഴിഞ്ഞാൽ 1 മണിക്കൂറിനകം 1 മണിക്കൂറിനാകുമ്പോൾ 1930 എന്ന് പറയുന്ന ഒരു നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 50% പോയ പണം തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ പ്രതിയെ അറസ്റ്റ് ചെയ്ത് ബാക്കിയുള്ള നിയമപരമായിട്ടുള്ള നടപടികളുമായിട്ട് പോകണം. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ പോലീസിന് മാത്രം എഴുതി പൈസ നമുക്ക് കോടതി കൊടുത്തിട്ട് കോടതിയിൽ നിന്ന് പിന്നെ ഇതിലെ വിക്ടിംസിന് നമുക്ക് എടുക്കാനായിട്ട്. നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വീട്ടമ്മയുടെ 12 ലക്ഷം തട്ടിയ കേസിൽ അറസ്റ്റിലായവർക്ക് പുറമെ മഞ്ചേരി സ്വദേശി ബീരാൻകുട്ടി, ഫൈസൽ, മോങ്ങം മൊറയൂർ സ്വദേശി അലി അക്ബർ എന്നിവർക്കായുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കി. ന്യൂസ് 18 ആലപ്പുഴ. കോഴിക്കോട് നഗരം ഇനി സാഹിത്യ നഗരം. ഇന്ത്യയിലെ ആദ്യ സാഹിത്യ നഗരമായി തെരഞ്ഞെടുത്തതിന്റെ പ്രഖ്യാപനം മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെടുത്തിയുള്ള വിവാദങ്ങൾക്ക് പിന്നാലെ എഴുത്തുകാരൻ MT വാസുദേവൻ നായർ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നത് ശ്രദ്ധേയമായി. ലോകത്തിലെ 53 സാഹിത്യ നഗരങ്ങളുടെ പട്ടികയിലേക്കാണ് കോഴിക്കോടും ഇടം പിടിച്ചിരിക്കുന്നത്. ഏഷ്യയിൽ നിന്നുള്ള 10 നഗരങ്ങളാണ് യുനെസ്കോ പട്ടികയിൽ പുതുതായി പേരെഴുതി ചേർത്തത്. പട്ടികയിലെ ഏക ഇന്ത്യൻ നഗരം കോഴിക്കോടാണ്. മന്ത്രി MB രാജേഷ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി. കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷനെ ഇന്ത്യയിൽ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ തിരഞ്ഞെടുത്തതിന്റെ പ്രഖ്യാപനം വളരെ വളരെ സന്തോഷത്തോടെ ഞാൻ നടത്തുകയാണ്. ഇത് കോഴിക്കോടിന് മാത്രമല്ല കേരളത്തിനും ഇന്ത്യക്കും തന്നെ അഭിമാനമാകുന്ന ഒരു നിമിഷമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരം എന്ന പദവിയാണ് യുനെസ്കോ കോഴിക്കോടിന് നൽകിയിട്ടുള്ളത്. ഈ പദവി അതിനർഹമാക്കുന്ന കോഴിക്കോടിനെ അർഹമാക്കുന്ന ഒട്ടേറെ ഘടകങ്ങളുണ്ട്. എന്നാൽ അതുകൊണ്ട് മാത്രം സ്വാഭാവികമായി വന്നു ചേരുന്ന ഒന്നല്ല. ഈ പദവി കൈവരിക്കുന്നതിന് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ മികച്ച ഗൃഹപാഠമുണ്ട്, നല്ല മുന്നൊരുക്കമുണ്ട്. അതിന്റെ കൂടി ഫലമായിട്ടാണ് ഈ പദവി കോർപ്പറേഷന്, കോഴിക്കോട് നഗരത്തിന് ലഭിച്ചിട്ടുള്ളത്. ചടങ്ങിൽ നിന്ന് സാഹിത്യകാരൻ MT വാസുദേവൻ നായർ വിട്ടുനിന്നത് ശ്രദ്ധേയമായി. ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രി ഒഴിവായത് MT പങ്കെടുക്കുന്നുകൊണ്ടാണെന്ന് UDF ആരോപിച്ചിരുന്നു. കോർപ്പറേഷന്റെ വജ്ര ജൂബിലി പുരസ്കാരം MTയുടെ വീട്ടിലെത്തി മന്ത്രിയും സംഘാടകരും പിന്നീട് സമ്മാനിച്ചു. സാഹിത്യ നഗരത്തിന്റെ ലോഗോ പ്രകാശനവും വെബ്സൈറ്റ് ഉദ്ഘാടനവും മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. സാഹിത്യ നഗര കേന്ദ്രത്തിന്റെ പ്രഖ്യാപനം നടത്തിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. മേയർ ബീന ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹ്യ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങുമായി ബന്ധപ്പെട്ട് UDF നടത്തുന്നത് കുപ്രചാരണമാണെന്ന് മന്ത്രി MB രാജേഷ് കുറ്റപ്പെടുത്തി. ഇത്തരം കുപ്രചാരണങ്ങൾക്ക് MDയെ കരുവാക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. UDFന് എന്തും പറയാമല്ലോ. എനിക്ക് അവരോട് പറയാനുള്ളത്, ദയവായി
MTയെ പോലെ നമ്മളെല്ലാവരും ആദരിക്കുന്ന ഒരാളെ മുൻനിർത്തി സങ്കുചിത രാഷ്ട്രീയം കളിക്കരുത് എന്നുള്ളതാണ്. അതിനവർക്ക് വേണ്ടത്ര അവസരങ്ങൾ അവർ പ്രയോഗിക്കുന്നുണ്ടല്ലോ, അവരുടെ കുപ്രചരണങ്ങൾക്കും കുതന്ത്രങ്ങൾക്കൊക്കെ. ദയവ് ചെയ്ത് MTയെ അതിന് കരുവാക്കാതിരിക്കാനുള്ള മര്യാദയെങ്കിലും കേരളം പ്രതീക്ഷിക്കുന്നുണ്ട് UDFിൽ നിന്ന്. കോർപ്പറേഷൻ ഭരണസമിതിയുടെ പിടിപ്പുകേട് മൂലം ചടങ്ങിന്റെ നിറം മങ്ങിയെന്നാരോപിച്ച് UDF കൌൺസിലർമാർ സദസ്സിലിരുന്നെങ്കിലും വേദി ബഹിഷ്കരിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. പ്രമുഖ ഫുഡ് ബ്രാൻഡായ യൂണിടേസ്റ്റിന്റെ ബ്രാൻഡ് അംബാസഡറായി നടൻ മോഹൻലാൽ. യൂണിടേസ്റ്റിന്റെ കൊച്ചി കോർപ്പറേറ്റ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ യൂണിടേസ്റ്റ് ചെയർമാൻ ഡോക്ടർ M ഷഹീർ ഷായും മോഹൻലാലും കരാറിൽ ഒപ്പുവെച്ചു. മാർക്കറ്റിംഗ് മാനേജർ രഞ്ജിത്ത് PM, സെയിൽസ് വൈസ് പ്രസിഡന്റ് മുരളി, സെയിൽസ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ റോബി ചാക്കോ എന്നിവർ ചടങ്ങിലുണ്ടായിരുന്നു. മസാലക്കൂട്ടുകൾ, ബ്രേക്ക്ഫാസ്റ്റ് ഉൽപ്പന്നങ്ങൾ, അച്ചാറുകൾ, പായസം മിക്സുകൾ തുടങ്ങി 200ഓളം ഉൽപ്പന്നങ്ങൾ യൂണിടേസ്റ്റിനുണ്ട്. പരമ്പരാഗത രീതിയിൽ തയ്യാറാക്കിയ രുചിക്കൂട്ടുകൾ വിപണിയിൽ എത്തിക്കുന്ന ബ്രാൻഡാണ് യൂണിടേസ്റ്റ്. സമ്പൂർണ്ണ ബിസിനസ് ഓട്ടോമേഷൻ ലക്ഷ്യമാക്കി പെർസ്യൂട്ട് ERP സോഫ്റ്റ്വെയർ പുറത്തിറക്കി. സോഫ്റ്റ്വെയർ രംഗത്തെ പ്രമുഖരായ പെർസ്യൂട്ട് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് ആണ് പുതിയ സോഫ്റ്റ്വെയർ അവതരിപ്പിച്ചത്. ബിസിനസ്സിലെ ഉൽപ്പാദനം, വിതരണം, വിൽപ്പന, വിപണനം തുടങ്ങി എല്ലാ വിഭാഗങ്ങളും ഓട്ടോമേഷൻ ചെയ്യുന്നതിന് ഉതകുന്ന സോഫ്റ്റ്വെയറാണ് പെർസ്യൂട്ട് ERP സോഫ്റ്റ്വെയർ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6600 രൂപ, പവന് 52,800 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 5515, പവന് 44,120. വെള്ളി ഗ്രാമിന് 95, കിലോയ്ക്ക് 95,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് ടോം കുര്യാക്കോസ് ചേരും.